കുട്ടികളുണ്ടായതിനു ശേഷം പഠിക്കാനും ജോലിക്കും ഒക്കെ പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ അതിൻ്റെ പേരിൽ നമ്മുടെ മക്കളെ പഴിക്കരുത്. അവർക്കൊരു വിഷമം വരുന്ന രീതിയിൽ ഇവനുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഇവളുണ്ടായതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല എന്ന് ആ കുഞ്ഞു കുരുന്നുകളുടെ മുമ്പിൽ വെച്ച് അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം കുട്ടികളുണ്ടാവുക എന്നുള്ളത് നമ്മുടെ തീരുമാനമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് നമ്മുടേത് മാത്രമാണ്. അവരുണ്ടായതുകൊണ്ട് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് നല്ല മൊമെൻസും ഉണ്ട്. പ്ലെൻറ്റി ഓഫ് ഹാപ്പിനെസ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അവരുടെ കുഞ്ഞു ചിരി, അവരുടെ കുഞ്ഞു കുഞ്ഞു സംസാരം, അവരുടെ നോട്ടം, അവരുടെ നടത്തം എല്ലാം നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. സോ ഡോണ്ട് ബ്ലെയിം ദം. നമ്മുടെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ അസറ്റാണ്. സോ നമ്മളിങ്ങനെ അവരെ കേൾക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നീട് അവർ വലുതായിട്ട് ഒരു പക്ഷേ അവർ നമ്മളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ഞാൻ പറഞ്ഞിരുന്നോ നിങ്ങളുടെ കരിയർ നശിപ്പിക്കാൻ, ഞാൻ പറഞ്ഞിരുന്നോ ജോബിന് പോകണ്ടെന്ന്, ഞാൻ പറഞ്ഞിരുന്നോ പഠിക്കണ്ടെന്ന്, ഞാൻ പറഞ്ഞിരുന്നോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ കുട്ടികളുടെ അടുത്ത് നിന്ന് നമുക്ക് തിരിച്ച് കേൾക്കേണ്ടി വരും. സോ ഒരിക്കലും അവരെ അതിൻ്റെ പേരിൽ നമ്മൾ ബ്ലെയിം ചെയ്യരുത്. കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ കൂടെ സന്തോഷമാണ്, നമ്മുടെ സമ്പാദ്യമാണ്. സോ അത് ചെയ്യുമ്പോൾ അത് ആസ്വദിച്ച് ചെയ്യുക. പോയിട്ട് പഠിക്കാനും അതുപോലെ വർക്ക് ചെയ്യാനും ഒന്നും പറ്റുന്ന സാഹചര്യമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും അല്ലേ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൺലൈനായിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്യാൻ കഴിയുന്നവർ ഓൺലൈനായിട്ട് ചെയ്യുക. ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ എന്തെങ്കിലും അവരവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എന്തെങ്കിലും കോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഓൺലൈനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഡിസൈനിങ് അറിയുന്നവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്ത് അങ്ങനെ അതിലൊക്കെ എൻ്റർപ്രനേഴ്സായിട്ട് ഇതുപോലെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് വലിയ എൻ്റർപ്രനേഴ്സായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഡിസൈനിങ്ങിൽ, ക്രാഫ്റ്റിൽ, അതുപോലെ ഹാമ്പർ വർക്ക്, അങ്ങനെ അതിലൊക്കെ ചെറിയ ടേസ്റ്റ് ഉള്ളവർ ആ ഒരു ടേസ്റ്റിനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ചെറിയ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത്, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ കിട്ടും. അതൊക്കെ കണ്ട് സ്വയം പഠിച്ച് സ്വന്തമായിട്ടൊരു ഇൻകം നേടിയെടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നമ്മുടെ ഫ്രീ ടൈം വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. കാരണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കുട്ടിയൊക്കെ ആയി ആ ഒരു വർക്കിന് പോകാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ബേസിക് കാര്യങ്ങൾക്കെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിയുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അത് ചെറിയ കാര്യമല്ല ഒരിക്കലും. സോ സ്വന്തമായിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ആ ടൈം യൂട്ടിലൈസ് ചെയ്യണം, ഈ ഒരു 2 to 3 ഇയേഴ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മുടെ ഫ്രീ ടൈം മാറ്റിവെച്ച് കൂടുതൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും നമുക്ക് ഒരുപാട് മാറിക്കിട്ടും. എനിക്ക് പഠിക്കാൻ പോകാൻ കഴിയുന്നില്ല, ജോബിന് പോകാൻ കഴിയുന്നില്ല, ഞാൻ എവിടെ എത്തിയില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഹൈറ്റ്സിലെത്തി, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എപ്പോഴും വിഷമവും നിരാശയും ഡിപ്രഷനും ഒക്കെ തന്നെ ആയിരിക്കും നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. ഒരു ഹാപ്പി ആയിട്ടുള്ള മനുഷ്യനെ സ്വന്തം മക്കളെ ഹാപ്പി ആയിട്ട് നല്ല കുട്ടികളായിട്ട് വളർത്താനായിട്ട് കഴിയും. സ്വന്തമായിട്ട് ഹാപ്പിനെസ് കിട്ടാത്ത ഒരാൾക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുക? അപ്പം നമ്മുടെ മൈൻഡ് ഹാപ്പി ആൻഡ് പോസിറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹാപ്പി ഫാമിലി ബിൽഡ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സോ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസോ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളോ ആരും ഒരു പക്ഷെ നിങ്ങളെ കയ്യിൽ കൊണ്ടു തരില്ല. നീ ഇത് ചെയ്തോ, നീ ഇതുകൊണ്ട് ഹാപ്പി ആവ്, നീ വിഷമിക്കണ്ട എന്നൊന്നും പറഞ്ഞ് ആരും നമുക്കുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തുറന്നു തരില്ല. അത് നമ്മൾ തന്നെ തേടി കണ്ടുപിടിച്ച് നമുക്ക് ആപ്റ്റ് ആയത് എന്താണോ അത് ചൂസ് ചെയ്ത് അതിൽ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ടുള്ള എല്ലാ ശ്രമവും നമ്മൾ നടത്തണം. പിന്നെ മറ്റുള്ളവരെ കണ്ട് സ്വയം വിലയിരുത്താതിരിക്കുക. സ്വയം ഒരു വിശ്വാസം ബിൽഡ് ചെയ്തെടുക്കുക. എന്നെക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഞാൻ ഇത്രയൊക്കെ ഉണ്ട്, അങ്ങനെ സ്വയം ഒന്ന് പോസിറ്റീവായിട്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനൊന്നും മക്കളെ പുറത്തുനിന്ന് ഒരാളും വരില്ല. സ്വന്തമായിട്ടൊരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം. നമുക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് വേണം. അങ്ങനെ നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആകുമ്പോഴോ നമ്മുടെ ഫാമിലി അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവർ ഒക്കെ അതിനനുസരിച്ച് ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
ഈ വർക്കുകളൊക്കെ ചെയ്ത് അതിൽ സക്സസ് ആവാനായിട്ട് കുറച്ച് ടൈമും എഫേർട്ടും ഒക്കെ വേണ്ടി വരും. പക്ഷേ നമ്മൾ സക്സസ് ആവണം എന്നുള്ള നമ്മുടെ തീരുമാനം അത് എത്ര സ്ട്രോങ് ആണോ അതിനനുസരിച്ചിരിക്കും നമ്മൾ എത്രത്തോളം അതിൻ്റെ കൂടെ എഫേർട്ട് എടുക്കും എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ 1-2 ദിവസം ചെയ്തേ എനിക്കത് വയ്യ, ഇതൊന്നും നടക്കുന്നില്ല, ഇതൊന്നും നടപടിയാവുന്ന കേസല്ല എന്നും പറഞ്ഞ് നമ്മളതവിടെ ഡ്രോപ്പ് ചെയ്ത് പോകും. പക്ഷേ ഡ്രോപ്പ് ചെയ്യാനല്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിൽ എൻ്റേതെന്ന് പറയാൻ എനിക്ക് ക്യാഷ് വേണം. എനിക്ക് അറ്റ്ലീസ്റ്റ് ഫോർ മൈ ബേസിക് തിങ്സ് എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഹൈറ്റ്സിലുള്ള അല്ലെങ്കിൽ എബ്രോഡ് പോയിട്ട് ഒക്കെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഓഫീസുകളിലെ അങ്ങനെയൊക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ അവരുടെ ഫാമിലി സിറ്റുവേഷൻസിനും അവരുടെ ലൈഫ് സിറ്റുവേഷൻസിനും അനുസരിച്ചുള്ളൊരു ഇതിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചുമാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ 2 പേരുടെ ലൈഫ് തമ്മിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫുമായിട്ട് നിങ്ങളുടെ ലൈഫിനെ കമ്പയർ ചെയ്യരുത്. നിങ്ങൾക്ക് എത്രത്തോളം പീസ്ഫുൾ ആവാൻ പറ്റുമോ, നിങ്ങൾക്ക് എത്രത്തോളം ഹാപ്പി സോളായിട്ട് ജീവിക്കാൻ പറ്റുമോ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ മറ്റൊരാളെ നോക്കി ഉള്ള സമാധാനവും സന്തോഷവും കൂടെ ഉടച്ച് കളയാനല്ല നോക്കേണ്ടത്. സോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാത്രമാണ് അറിയുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് ചെയ്യാനാണെങ്കിൽ കോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ഫ്രം ഹോം ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഒരിക്കലും ഫേക്ക് അല്ലാത്ത ജെന്യൂൻ ആയിട്ടുള്ളത് ഏതാണെന്ന് കണ്ടെത്തി അതിൽ വർക്ക് ചെയ്യുക. ഒന്നും സിമ്പിളാവില്ല കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് 1 ദിവസം 2 ദിവസമോ ചെയ്താൽ ഒന്നും ശരിയാവില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സക്സസ് ആവണമെന്ന് നമ്മൾ എത്രത്തോളം ഹാർഡായിട്ടുള്ള ഡിസിഷനാണോ നമ്മൾ എടുത്തത് അതിനനുസരിച്ച് ഉറപ്പാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സക്സസ് ആവും. സോ നിങ്ങളെക്കൊണ്ട് പറ്റും. ഒരിക്കലും നിങ്ങൾ മോശമല്ല, നിങ്ങൾ പവറാണ്, പവർ. അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം തിരഞ്ഞെടുക്കുക. ഡിസൈനിങ് അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉള്ളവർക്ക്, അത്തരം സ്കില്ലുകളുള്ളവർക്ക് ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. മെഹന്തി ഡിസൈനിങ് ചെയ്യാൻ അറിയുന്നവർക്ക് ആ രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ നന്നായിട്ട് മെഹന്തി ഡിസൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കാം. പക്ഷെ അതിനെ ഒന്നുകൂടെ എക്സ്ട്രാ ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം, അപ്പോൾ നമ്മുടെ ആ ഒരു ആർട്ടിനെ നമ്മൾ ഒന്നുകൂടെ പരിപോഷിപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിനൊരു ബെസ്റ്റ് ആക്കിയിട്ട് ചെയ്ത് അത് ഇങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കാം. ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള ഓരോ സോഴ്സുകൾ വഴി ഇപ്പോൾ മാർക്കറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഈ ഡിസൈനിങ് ആണെങ്കിലും ഹാമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഡ്രസ്സ് അങ്ങനെയൊക്കെ അവനവരെ കഴിവിനനുസരിച്ച് മെല്ലെ ചെയ്ത് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊക്കെ നമുക്ക് എഫേർട്ട് ഉണ്ടാവും. പക്ഷെ ആ എഫേർട്ട് രസമാണോ, അതിൻ്റെതായ ഒരു ത്രില്ലുണ്ട്. കാരണം നമ്മൾ നമ്മുടെ സക്സസ് കണ്ടെത്തുകയാണ് അല്ലേ. നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ വെച്ചിട്ട് നമ്മൾ സക്സസ് ആവാനായിട്ട് ശ്രമിക്കുകയാണ്. സോ അതിൽ നമ്മളിടുന്ന എഫേർട്ടിനും അതിൻ്റെ ആ ഒരു റിസ്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊരു സുഖം തന്നെയാണ്. സോ ഡോണ്ട് ബ്ലെയിം യുവർ ചൈൽഡ്, ദേ ആർ ദ ബിഗ്ഗസ്റ്റ് അസറ്റ് ഓഫ് യുവർ ലൈഫ്. മക്കളുള്ളതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ലടോ. അവരോടൊപ്പം നമുക്ക് വിജയം നേടാം, ഉയരങ്ങൾ കീഴടക്കാം. സോ try to be a happy and independent mom. സോ വിജയിക്കാനുള്ള തീരുമാനം ഇന്ന് ഈ നിമിഷം തന്നെ എടുത്തിരിക്കണം. വിജയിക്കാൻ എടുക്കുന്ന നിങ്ങളുടെ തീരുമാനം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം പവർഫുൾ ആയിരിക്കും നിങ്ങളുടെ വിജയവും. All the best and keep going my dears.